ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം 2025 ദ്വാരപാലക പാളികളിലെ സ്വർണം പൂശലിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി തുടങ്ങി. നിലവിലെ തിരുവാഭരണം കമ്മീഷണറുടെ മൊഴി രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ 2025 ദേവസ്വം ഭാരവാഹികളെയും വിളിപ്പിക്കും. ജംഷഡ്പൂർ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വൈകുന്നത് കാരണം 2019 കേസുകളിൽ ഈ മാസവും കുറ്റപത്രം സമർപ്പിച്ചേക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ മറ്റൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതായത് 2025 ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. നിലവിലെ തിരുവാഭരണ കമ്മീഷണറുടെ മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടൊരു തടസ്സം ആദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ആ തടസ്സം മാറി വീണ്ടും കൊടുത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ ദൂരീകരിക്കാനാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്ന നടപടികൾ തുടരുന്നത്. ഈ മൊഴിയെടുപ്പിന് ശേഷം 2025 സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടായാൽ ഒരു പക്ഷേ FIR രജിസ്റ്റർ ചെയ്ത് പുതിയൊരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യും. അതിനു മുൻപ് അന്നത്തെ ദേവസ്വം ഭാരവാഹികളെ അടക്കം വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനാണ്. അതൊരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും 2025 ദ്വാരപാലക പാളികളിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവും അതിൽ കേസെടുത്ത അന്വേഷണം വേണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതേസമയം 2019 2 കേസുകൾ, കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ളയും ദ്വാരപാലക പാളികളിലെ സ്വർണ്ണക്കൊള്ളയും, ഈ 2 കേസുകളിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുറ്റപത്രം സമർപ്പിക്കാനുള്ള കാലതാമസമാണ് നേരിടുന്നത്. അതിൻ്റെ കാരണം ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന സാമ്പിളുകളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് ഈ മാസം അവസാനം വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനിയും അത് വൈകും എന്നാണ് സൂചന. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അടുത്ത മാസമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. 2 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. ആ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് കാരണം ഈ കേസിലെ മിക്ക പ്രതികൾക്കും ആനുകൂല്യം ലഭിച്ചു കഴിഞ്ഞു. അവരെല്ലാം ജയിൽ മോചിതരാവുകയും ചെയ്തു. അത് വലിയ വിമർശനങ്ങൾക്കും ഇടയായിട്ടുണ്ട്. അതേസമയം ആ 2 കേസുകളിലും അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് SIT വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഫലം കിട്ടിയാൽ മാത്രമേ ഈ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. അതിപ്പോഴും ഒരു ആശയക്കുഴപ്പമായി നിലനിൽക്കുകയാണ്. നിലവിൽ അവിടെയുള്ള സ്വർണ്ണപ്പാളികൾ അത് പഴയതാണോ പുതിയതാണോ എന്നൊക്കെയുള്ള കാര്യത്തിലാണ് ആശയക്കുഴപ്പം. അത് ദൂരീകരിക്കാനാണ് ഈ പരിശോധന നടത്തുന്നത്. അത് സംബന്ധിച്ച് ചില വിലയിരുത്തലുകൾ അന്വേഷണ സംഘത്തിനുണ്ട്. അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ റിസൾട്ട് വരണം. എന്നാൽ മാത്രമേ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏതായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം.